ഗുജറാത്തിലെ മാണ്ഡ്വി എന്ന പ്രദേശത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ. കച്ച് പ്രദേശത്തെ കൃഷിയിടങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്ര. നിരന്ന പാടങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ കച്ചിൻ്റെ മരുഭൂസമാനമായ പ്രദേശങ്ങളിലൂടെയായിരുന്നു എൻ്റെ യാത്ര. അതിന് നേരെ വിപരീതമെന്നോണം ജലസാന്നിധ്യവും പച്ചപ്പുമെല്ലാമുള്ള മേഖലയാണിത്. കൃഷിയിടങ്ങൾ ഉഴുതുമറിച്ചിട്ടിരിക്കുന്നു. മാണ്ഡ്വിയിലേക്ക് എത്തിയിരിക്കുന്നു. രുക്മാവതി നദിക്കരയിലെ പട്ടണമാണ് മാണ്ഡ്വി. രുക്മാവതി വറ്റി വരണ്ടു കിടക്കുകയാണിപ്പോൾ. അഴിമുഖത്തോട് ചേർന്നാണ് 16-ാം നൂറ്റാണ്ടിൽ കച്ച് രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഖേംഗർജി മാണ്ഡ്വി രാജ്യം സ്ഥാപിച്ചത്. ഇടതുവശത്ത് കാണുന്നത് പഴയ മാണ്ഡ്വി കോട്ടമതിലിൻ്റെ ഭാഗങ്ങളാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മതിലാണ്. 8 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു നിർമ്മിതമായ കാലത്ത് മാണ്ഡ്വി കോട്ടമതിലിന്. ഒരു ചെറിയ പട്ടണമാണ് മാണ്ഡ്വി. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ പിന്നിട്ട് ഇവിടുത്തെ വിജയ് വിലാസ് പാലസ് എന്ന പഴയ കൊട്ടാരം കാണാനാണ് പോകുന്നത്. നഗരം പെട്ടെന്നു തന്നെ പിന്നിലായി. കച്ചിൻ്റെ പൊതു സ്വഭാവമുള്ള അർദ്ധമരുഭൂസമാനമായ പ്രദേശങ്ങളിലൂടെയായി പിന്നീട് യാത്ര. പ്രധാന പാതയിൽ കുറച്ചു ദൂരം ചെന്നു കഴിയുമ്പോൾ കൊട്ടാരവീഥിയിലേക്കെത്തുന്നു. ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ പരിസരത്തെ വനപ്രദേശമാണ്. എസ്റ്റേറ്റ് എന്നാണ് ഇന്നാട്ടുകാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ മരങ്ങളെല്ലാം രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വെച്ചുപിടിപ്പിച്ചതാണ്. വളരെ ദൂരം ഈ വഴി ഇങ്ങനെ യാത്ര ചെയ്താലേ വിജയ് വിലാസ് കൊട്ടാരത്തിലേക്ക് എത്തുകയുള്ളൂ. കടൽ തീര പ്രദേശമാണിത്. ഒടുവിൽ കാർ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തു വേണം കൊട്ടാരത്തിലേക്ക് പോകാൻ. എന്നെ ഇറക്കി കാർ പാർക്ക് ചെയ്യാൻ ജാക്കീർ പോയി. ടിക്കറ്റ് ലഭിക്കുന്ന ഇടമന്വേഷിച്ച് ഞാനും നടത്തം തുടങ്ങി. ധാരാളം ആളുകൾ കൊട്ടാര പരിസരത്ത് എത്തിയിട്ടുണ്ട്. കച്ച് നിവാസികളോ ഗുജറാത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരോ ആകാം. ഇതാണ് ടിക്കറ്റ് ലഭിക്കുന്ന ഓഫീസ്. അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് കൊട്ടാരത്തിലേക്കുള്ള പ്രധാന ഉദ്യാന വഴിയിലൂടെ നടന്നു. 20 രൂപയേ ഉള്ളൂ ഒരാൾക്ക് എൻട്രി ഫീ. പക്ഷേ വീഡിയോ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ 200 രൂപയുടെ മറ്റൊരു ടിക്കറ്റും എടുക്കണം. കുറേ ദൂരം ഉദ്യാനത്തിലൂടെ നടന്ന് ഒടുവിൽ എത്തിച്ചേരുന്നത് വനസമാനമായ പ്രദേശത്തിന് നടുവിലുള്ള ഒരു കൊച്ചു കൊട്ടാരത്തിന്റെ മുന്നിലേക്കാണ്. ഇത് രാജഭരണകാലത്ത് രാജാവ് കുടുംബസമേതം വസിക്കുകയും ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുകയും ഒന്നും ചെയ്തിരുന്ന കൊട്ടാരമല്ല. കച്ച് രാജാക്കന്മാരുടെ ഒരു വേനൽക്കാല കൊട്ടാരം മാത്രമായിരുന്നു. 1875 മുതൽ 1942 വരെ കച്ച് രാജ്യം ഭരിച്ച മഹാറാവു ഖേംഗർജി തന്റെ പുത്രനും യുവരാജാവുമായ വിജയരാജിക്ക് വേണ്ടി നിർമ്മിച്ച സമ്മർ പാലസായിരുന്നു ഇത്. അങ്ങനെയാണ് കൊട്ടാരത്തിന് വിജയ് വിലാസ് പാലസ് എന്ന പേര് ലഭിച്ചത്. 1920 നിർമ്മാണം ആരംഭിച്ച കൊട്ടാരം 9 വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയായത്. ഭുജിലെ രഞ്ജിത് വിലാസ് കൊട്ടാരമായിരുന്നു രാജകുടുംബത്തിന്റെ പ്രധാന വസതി. 2001 ഭൂകമ്പത്തിൽ ആ കൊട്ടാരം ഭാഗികമായി തകർന്നതിനെ തുടർന്നാണ് രാജകുടുംബം ഇതിനെ തങ്ങളുടെ പെർമനന്റ് റെസിഡൻസായി മാറ്റിയത്. ജയ്പൂർ, ബംഗാൾ, സൗരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും കച്ചിലെ തന്നെ ആർട്ടിസാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള വാസ്തുശില്പികളും വിദഗ്ധ തൊഴിലാളികളും ചേർന്നാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. തേൻ നിറമാർന്ന സാൻഡ്സ്റ്റോണിൽ പണിത മനോഹരമായ ഒരു കൊട്ടാരം. രജപുത്ര വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചതാണിത്. കൊട്ടാരത്തിനു സമീപം ഒരു ചെറു കെട്ടിടമുണ്ട്. ആയുധശാലയും കാവൽക്കാരുടെ താമസയിടങ്ങളുമെല്ലാം അവിടെയായിരുന്നു. കൊട്ടാരത്തിനകത്ത് കയറാനുള്ള കവാടം അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ പടവുകൾക്ക് സമീപം കുറേ ചെരുപ്പുകൾ അഴിച്ചുവെച്ചിട്ടുണ്ട്. ഇതുതന്നെയാവണം സന്ദർശകർക്കുള്ള പ്രവേശന കവാടം. 1000 ടൂറിസ്റ്റുകളെങ്കിലും ഓരോ ദിവസവും വിജയ് വിലാസ് പാലസ് സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. കൊട്ടാരത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ചെറു ബോർഡുകളായി നിരത്തിവെച്ചിരിക്കുന്നു.
രൂപഘടനയിൽ രജപുത്താനയുടെയും ബംഗാളിന്റെയും വാസ്തുശൈലിയാണ് പ്രകടമാവുന്നത്. ഇനി പോകുന്നത് കൊട്ടാരത്തിന്റെ ടെറസിലേക്കാണ്. ഒരു പിരിയൻ ഗോവണിയിലൂടെ വേണം ടെറസിലെത്താൻ. ഞാൻ ഏതായാലും ഗോവണി കയറാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിൽ ലിഫ്റ്റുകളുണ്ട്. അത് പക്ഷേ രാജകുടുംബത്തിന്റെ ഉപയോഗത്തിന് മാത്രമുള്ളതാണ്. സന്ദർശകർ പിരിയൻ ഗോവണിപ്പടികൾ ചവിട്ടിക്കയറുക തന്നെ വേണം. ടെറസിലേക്ക് കയറിയെത്തി. മാർബിൾ പതിച്ച് മനോഹരമാക്കിയ വിശാലമായ ടെറസ്. രാജഭരണകാലത്ത് നൃത്തോത്സവങ്ങളും മറ്റും അരങ്ങേറിയിരുന്നത് ഇവിടെയാണ്. ടെറസിനു ചുറ്റും ക്രാസി വർക്കുള്ള ഒരു വേലിക്കെട്ട്. രജപുത്താന ശൈലിയിലുള്ളതാണ് അത്. ടെറസിൽ മകുടത്തോടെ കാണുന്ന ഈ നിർമ്മിതികളിലാണ് ഇവിടെ ബംഗാളി വാസ്തുവിദ്യ ഏറ്റവും പ്രകടമാകുന്നത്. ഇപ്പോൾ വിശേഷപ്പെട്ട പാർട്ടികൾക്കും സിനിമാ ചിത്രീകരണങ്ങൾക്കും ഈ ടെറസും വാടകയ്ക്ക് നൽകാറുണ്ട്. കൊട്ടാരമുറ്റവും അവിടുത്തെ ജലധാരയുമെല്ലാം ഇവിടെ നിന്ന് കാണാം. വിശാലമായ ഒരു വനപ്രദേശത്തിനു നടുവിലാണ് കൊട്ടാരത്തിന്റെ സ്ഥാനമെന്നത് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാകും. രസകരമായ ഒരു ചരിത്രമുള്ളവരാണ് ഈ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന രാജാക്കന്മാരുടെ പൂർവികർ. ഗുജറാത്തിലാവട്ടെ രാജസ്ഥാനിലാവട്ടെ ഗോത്രതലവന്മാർ പിന്നീട് രാജ്യമുണ്ടാക്കുകയും രാജവംശം സ്ഥാപിക്കുകയും ചെയ്ത ചരിത്രമാണല്ലോ ഉള്ളത്. കച്ച് രാജ്യം സ്ഥാപിതമാവുന്നതും ഈ വിധം തന്നെയാണ്. 1147 സിന്ധിൽ നിന്നും കച്ചിലേക്കെത്തിയ സമ്മ ഗോത്രത്തിന്റെ തലവൻ ലാക്കോ ജഡാനി കച്ചിനെ തന്റെ രാജ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെ ലാക്കോ ജഡാനിയുടെ പിന്മുറക്കാർ തന്നെയാണ് കച്ച് ഭരിച്ചത്. അക്കാലത്ത് കച്ച് എന്ന വിശാല പ്രദേശത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു കച്ച് രാജ്യമായി അറിയപ്പെട്ടത്. മറ്റു ഭാഗങ്ങൾ വിവിധ ഗോത്രതലവന്മാരുടെ ഭരണത്തിലായിരുന്നു. 1548 ഖേംകർജി ഒന്നാമൻ കച്ചിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്നാക്കി പുതിയൊരു കച്ച് രാജ്യം പ്രഖ്യാപിച്ചു. അതോടെയാണ് ഇന്നത്തെ കച്ച് രാജകുടുംബത്തിന്റെ ശരിക്കുമുള്ള ചരിത്രം ആരംഭിക്കുന്നത്. ടെറസിന്റെ ഒരു ഭാഗത്തുനിന്നും മുകളിലെ മണ്ഡപത്തിലേക്ക് കയറാവുന്ന മറ്റൊരു പിരിയൻ ഗോവണിയുണ്ട്. സ്കൂൾ കുട്ടികളുടെ വലിയ സംഘങ്ങളാണ് ഇവിടെ കൂടുതലായും സന്ദർശകരായി എത്തുന്നതെന്ന് എനിക്ക് തോന്നി. തുരുമ്പെടുത്തു തുടങ്ങിയ കൈവരിയോടുകൂടിയ പിരിയൻ ഗോവണിയിലൂടെ ഞാൻ മുകളിലേക്ക് കയറി. മുന്നിൽ ഇക്കാണുന്നതാണ് കൊട്ടാരത്തിലെ ഏറ്റവും വലിയ മകുടം. ബംഗാളി ശൈലിയിൽ നിർമ്മിച്ചതാണിത്. മണ്ഡപത്തിന്റെ നിലത്ത് മാർബിൾ വിരിച്ചിരിക്കുന്നു. ഉല്ലാസവേളകളിൽ യുവരാജാവ് ഇവിടെ വന്ന് കടൽക്കാറ്റേറ്റിരുന്നിരുന്നു. ചെറിയ ആഘോഷങ്ങളുടെയും വേദിയായിരുന്നു ഇവിടം. ഗംഭീരമായൊരു മണ്ഡപമാണിത്. ഇടതൂർന്നു വളരുന്ന വൃക്ഷങ്ങളുടെ തലപ്പാണ് താഴെ എങ്ങും കാഴ്ചയിൽ. അതിനപ്പുറം കടലാണ്. പച്ചപ്പിന്റെ വലിയൊരു പരവതാനി പോലെ വനവിസ്തൃതി. കൊട്ടാരത്തിന്റെ ചുറ്റോടു ചുറ്റുമുണ്ടത്. മരങ്ങൾക്കിടയിൽ കൊട്ടാരത്തിന്റെ തന്നെ ഭാഗമായ വിവിധ മന്ദിരങ്ങളുണ്ട്. അങ്ങു ദൂരെ കടലും കാണാം. പാലസ് എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന കടൽ തീരം രാജകുടുംബത്തിന്റെ അധീനതയിലുള്ള പ്രൈവറ്റ് ബീച്ചാണെന്ന പ്രത്യേകതയുമുണ്ട്. മാണ്ഡവി ബീച്ച് അങ്ങു ദൂരെ കാണാം. അവിടെ കുറെ വിൻഡ് മില്ലുകളുമുണ്ട്. 450 ഏക്കർ വരുന്ന പാലസ് എസ്റ്റേറ്റും അതിനോട് ചേർന്ന് കിടക്കുന്ന മനോഹര കടൽ തീരവുമെല്ലാം ഇപ്പോൾ രാജകുടുംബത്തിന്റെ വരുമാന സ്രോതസ്സുകളാണ്. സഫാരി TV ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം 10 മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ലളിത ഭാഷയിൽ സമഗ്രമായി. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ, തളരാത്ത മനോവീര്യത്തിന്റെയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെയും പ്രതീകമായ നെൽസൺ മണ്ടേല, ഒരിക്കലും മനുഷ്യന് കീഴടക്കാനാവില്ലെന്ന് കരുതിയ എവറസ്റ്റിനു മുകളിൽ പദമൂന്നിയ എഡ്മണ്ട് ഹിലാരി, യുവത്വത്തിന്റെ പ്രസരിപ്പുമായി എത്തി അമേരിക്കയുടെ ഏറ്റവും ജനകീയനായ പ്രസിഡന്റായി മാറിയ ജോൺ എഫ് കെന്നഡി, പോപ്പ് സംഗീതത്തിലെ എക്കാലത്തെയും രാജകുമാരൻ മൈക്കിൾ ജാക്സൺ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ഗൂഫി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ കുട്ടികളെയും മുതിർന്നവരെയും രസിപ്പിച്ച വാൾട്ട് ഡിസ്നി, ഐഫോണിന്റെയും ഐപോഡിന്റെയും ഐപാഡിന്റെയും പിന്നിലെ ജീനിയസായ നവയുഗ ശില്പി
സ്റ്റീവ് ജോബ്സ്. കടുത്ത യാതനകളും അപമാനവും തരണം ചെയ്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചുയർന്ന ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആയുധമെടുത്തു പോരാടി ഇന്ത്യയുടെ ആവേശമായി മാറിയ സുഭാഷ് ചന്ദ്രബോസ്. ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ പ്രതിഭ ഡീഗോ മറഡോണ. 10 പുസ്തകങ്ങൾ. ഈ 10 അമൂല്യ ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില 2000 രൂപ. പോസ്റ്റേജ് പുറമെ. ഉടൻ സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് HB എന്ന് SMS ചെയ്യുക. HB എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഈ ഗ്രന്ഥസമാഹാരം ഒരുമിച്ച് വാങ്ങുമ്പോൾ സഞ്ചാരം ദൃശ്യയാത്രാ വിവരണ പരമ്പരയുടെ 20 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഒരു DVD സെറ്റ് സൗജന്യം. ഓൺലൈനായി പർച്ചേസ് ചെയ്യാനും പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കുക www.safaritvchannel.com. പാലസ് എസ്റ്റേറ്റിന്റെ ഒരതിരിൽ ഇങ്ങനെയൊരു എയർ സ്ട്രിപ്പ് ഉണ്ട്. മാണ്ഡവിയിൽ വിമാനത്താവളമൊന്നുമില്ലെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറുവിമാനങ്ങൾ ഇറക്കാവുന്ന എയർ സ്ട്രിപ്പാണിത്. ഇവിടെ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള ഭുജിൽ എയർപോർട്ട് ഉള്ളതിനാൽ മാണ്ഡവിയിൽ ഒരു വിമാനത്താവളത്തിന്റെ ആവശ്യവുമില്ല. എസ്റ്റേറ്റിനുള്ളിൽ വിജയ് വിലാസ് ഹെറിറ്റേജ് റിസോർട്ട് എന്ന പേരിൽ ആധുനികമായ ഒരു റിസോർട്ട് നടത്തുന്നുണ്ട് രാജകുടുംബം. യുവരാജാവായ വിജയരാജിക്ക് വേനൽക്കാലം ചിലവഴിക്കാൻ നിർമ്മിച്ചതാണെങ്കിലും തന്റെ ജീവിതത്തിലെ നല്ലൊരു കാലം മുഴുവൻ അദ്ദേഹം വസിച്ചത് കടൽ തീരത്തെ കാടിന് നടുവിലെ ഈ കൊട്ടാരത്തിലായിരുന്നു. 1885 ജനിച്ച വിജയരാജി തന്റെ 57-ാം വയസ്സിൽ മാത്രമാണ് കച്ചിന്റെ രാജാവായത്. 1942 സ്ഥാനാരോഹണം. വിജയരാജിയുടെ ഭരണം 5 വർഷം പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യ സ്വതന്ത്രമായി. തന്റെ രാജ്യം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കുന്നതിൽ മഹാറാവു വിജയരാജിക്ക് താൽപ്പര്യമില്ലായിരുന്നു. ഇക്കാലത്ത് അദ്ദേഹം അസുഖബാധിതനായി ചികിത്സാർത്ഥം ലണ്ടനിലേക്ക് പോയി. വലിയ ചർച്ചകൾക്കൊടുവിൽ ലണ്ടനിൽ വെച്ചാണ് കച്ച് രാജ്യത്തെ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ വിജയരാജി സമ്മതം മൂളിയത്. അദ്ദേഹത്തിന് വേണ്ടി പുത്രൻ മേഘ്രാജി ലയനക്കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. താഴത്തെ ടെറസിലേക്കിറങ്ങി. ഇനി അടുത്ത പിരിയൻ ഗോവണിയിലൂടെ താഴെയെത്തണം. ഇതാണ് ഗോവണിയിലേക്കുള്ള കവാടഭാഗം. താഴെയെത്തി. ഇത് കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗമാണ്. കൊട്ടാരത്തിന്റെ മുൻഭാഗമേതെന്ന് കൃത്യമായി പറയാനാവില്ല. കുട്ടികളുടെ സംഘങ്ങൾ ഇപ്പോഴും കൊട്ടാരഭാഗങ്ങൾ കാണുന്നതിനായി അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. പാലസ് എസ്റ്റേറ്റിനുള്ളിലൂടെ കൊട്ടാരത്തിലേക്കെത്തുന്ന പാത ഇപ്പോഴും പഴയ രീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. മൺപാത. അതിലൂടെ കുറേ ദൂരം നടക്കണം കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക്. ഇത്തരത്തിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ് കൊട്ടാരത്തിന് ചുറ്റുമുള്ള 450 ഏക്കറിലും. വീണ്ടും കാറിൽ കയറി ജാക്കീറിനോടൊപ്പം യാത്ര തുടരുകയാണ്. അടുത്തതായി മാണ്ഡവിയുടെ ബീച്ചിലേക്ക് കാർ വിടാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഭുജിൽ നിന്നും രാജാക്കന്മാർ മൃഗയാ വിനോദത്തിനെത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു മാണ്ഡവി. കടൽ തീരത്തെ കുറ്റിക്കാടുകൾ നിറഞ്ഞ സമതല പ്രദേശമായിരുന്നു അവരുടെ വേട്ടസ്ഥലം. പിന്നീട് ഒരു വേനൽക്കാല കൊട്ടാരം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ഖേംഗർജി 3-ാമൻ രാജാവ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്നാണ് തീരപ്രദേശത്തെ ഉഷ്ണഭൂമിയിൽ വളരുന്ന ഇത്തരം മരങ്ങൾ ധാരാളമായി ഇവിടെ നട്ടുപിടിപ്പിച്ചത്. പ്രധാന പാതയിലേക്കു കയറി. വലതുവശത്തുള്ള മതിൽക്കെട്ടിനകത്താണ് നേരത്തെ കണ്ട എയർ സ്ട്രിപ്പ്. വാഹനത്തിൽ കുതിരയെ കൊണ്ടുപോകുന്നു. ബീച്ചിലെ ഉല്ലാസങ്ങൾക്കോ മറ്റോ ഉള്ള കുതിരയാണ്. മാണ്ഡവി ബീച്ച് ഒരു ആഘോഷ പ്രദേശമാണ്. അവിടേക്ക് കാറെത്തി. ധാരാളം വാഹനങ്ങൾ. വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ഏതൊരു ഉല്ലാസ കേന്ദ്രത്തിലും സാധാരണമായ കാഴ്ച തന്നെയാണ് സ്വീകരിക്കുന്നത്. ഒട്ടക സവാരിയാണ് രാജസ്ഥാനിലും ഗുജറാത്തിലും ഇത്തരം കേന്ദ്രങ്ങളിലെ ഒരു പ്രധാന വിനോദം. അത് ഇന്ത്യക്കാരുടെ ഒരു ഉല്ലാസമാണ്. എന്നാൽ അധികം പാശ്ചാത്യ സഞ്ചാരികൾ ഒട്ടക പുറത്തു കയറി പോകുന്നത് കണ്ടിട്ടില്ല. നേരം 5:30 ആയിരിക്കുന്നു. സൂര്യൻ താഴ്ന്നിട്ടില്ല. അല്പസമയം കൂടി കഴിയണം ബീച്ച് സജീവമാകാൻ. വൈകുന്നേരങ്ങളിൽ പലവിധ ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്രമാണിത്.
ആ കാഴ്ചകളിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. അത്ര വൃത്തിയൊന്നുമില്ലാത്ത ഒരു ബീച്ച്. ഗുജറാത്തികളുടെ, പ്രത്യേകിച്ച് കച്ച് നിവാസികളുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണിത്. ഒരു ഭാഗത്ത് കറങ്ങാതെ നിൽക്കുന്ന കുറേ വിൻഡ്മില്ലുകളാണ് കാഴ്ച. ഏഷ്യയിൽ ആദ്യമായി സ്ഥാപിതമായ ആധുനിക വിൻഡ്മില്ലുകളാണിത്. 1983 ഗുജറാത്തിന്റെ വൈദ്യുതി വകുപ്പ് മുൻകൈയെടുത്ത് ഇതിവിടെ സ്ഥാപിച്ചത്. ബീച്ച് വളരെ സജീവമാണ്. വിദേശികളോ ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരോ ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രം. പലവിധ ഉല്ലാസ പരിപാടികളുണ്ടിവിടെ. ഒട്ടക സവാരി മുതൽ ക്വാഡ് ബൈക്കുകളിലെ യാത്ര വരെ അതിൽ ഉൾപ്പെടുന്നു. കുതിരകൾ, കുതിരവണ്ടികൾ തുടങ്ങിയവ ഒരു ഭാഗത്ത്. ഒട്ടകങ്ങൾ നിരവധി. ഇതൊക്കെയാണെങ്കിലും ബീച്ച് മലിനമാണ്. വരുന്നവരിൽ കൂടുതലും സമ്പന്നർ തന്നെയാണ്. അവർ എല്ലാവിധ വിനോദ പരിപാടികളിലും ഏർപ്പെടുന്നു. ജെറ്റ്സ്കി പോലുള്ള വിനോദങ്ങളെല്ലാമുണ്ട് ഇവിടെ. കുറേ ആളുകൾ ഈ ബീച്ചിനെ ഉപജീവിച്ച് കഴിയുന്നുണ്ട്. സ്പീഡ് ബോട്ട് കരയിലൂടെ വലിച്ചു കൊണ്ടുപോകാനുള്ള ട്രോളിയുമായി ഒരാൾ. സാധാരണ ഇന്ത്യൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണുന്ന എല്ലാ ആക്ടിവിറ്റികളുടെയും ഒരു വേദിയാണിത്. കുറേയേറെ പേർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുന്നുമുണ്ട്. ഒട്ടകക്കാർ മുതൽ പെട്ടിക്കടക്കാർ വരെ അതിൽ ഉൾപ്പെടുന്നു. പക്ഷേ വൃത്തിയില്ലായ്മ മൂലം ഒട്ടും ആകർഷകമല്ലാത്ത ഒരു ബീച്ചായി ഇത് മാറിക്കഴിഞ്ഞു. ഒന്ന് മനസ്സുവെച്ചാൽ വൃത്തിയാക്കാവുന്നത് തന്നെയാണ് മാണ്ഡവി ബീച്ചെന്ന് എനിക്ക് തോന്നി. മാണ്ഡവി പൊതുവെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനല്ല. പക്ഷേ കച്ച് മേഖലയിലുള്ളവരുടെ ഒരു ആകർഷണ കേന്ദ്രമാണിത്. മാണ്ഡവിയുടെ ചരിത്ര പ്രാധാന്യം ഉല്ലാസ കേന്ദ്രം എന്ന നിലയിലല്ല. പുരാതന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ടൊരു തുറമുഖമായിരുന്നു ഇത്. കോഴിക്കോട്ടെ ബേപ്പൂർ എന്ന പോലെ ജലവാഹനങ്ങളുടെ നിർമ്മാണത്തിൽ 4 നൂറ്റാണ്ട് മുൻപ് തന്നെ പേരെടുത്ത സ്ഥലമായിരുന്നു ഇവിടം. മാണ്ഡവിയിൽ നിർമ്മിച്ച കപ്പലുകൾ പതിവായി ഇംഗ്ലണ്ടിന്റെ തുറമുഖങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരറിവാണ്. ഇനി ബീച്ചിൽ നിൽക്കുന്നില്ല. പഴയ ലൈറ്റ് ഹൗസ് ഇന്നൊരു റഡാർ സ്റ്റേഷനാക്കി മാറ്റിയിരിക്കുന്നു. പാകിസ്ഥാനോട് ചേർന്നുള്ള തീരഭാഗമായതിനാൽ സൈനിക വിഭാഗങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്ന പ്രദേശമാണിത്. മാണ്ഡവിയുടെ പഴയ നഗരഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ശരിക്കും ഒരു ഇടത്തരം പട്ടണം. 2 നിലയുള്ള ഓടിട്ട കെട്ടിടങ്ങൾ. ഇതെല്ലാം ഒരു കാലത്ത് വലിയ കച്ചവട കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു. മാണ്ഡവിയുടെ 1 നൂറ്റാണ്ട് മുൻപത്തെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് സങ്കല്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെയാണ് കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത്. ആധുനിക വാഹനങ്ങൾക്ക് പകരം കുതിരവണ്ടിയും ഒട്ടകവണ്ടിയുമായിരുന്നെങ്കിൽ 1 നൂറ്റാണ്ട് മുൻപത്തെ മാണ്ഡവി തന്നെയായിരിക്കും ഇത്. മാണ്ഡവി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആർജിച്ച വ്യാവസായികമായ ഔന്നത്യത്തിന്റെ മുദ്രകളുള്ള ഒരിടത്തേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ഗുജറാത്തി വണിക്കുകൾക്ക് വേണ്ടി മാത്രമല്ല, അറബികൾക്കും ആഫ്രിക്കക്കാർക്കും വേണ്ടി മാണ്ഡവിയിൽ കപ്പൽ നിർമ്മാണം നടന്നിരുന്നു. ഇന്നും ആ പാരമ്പര്യം ഇവിടെ നിലനിൽക്കുന്നു. തടികൊണ്ടുള്ള ഇടത്തരം കപ്പലുകളുടെ നിർമ്മാണ കേന്ദ്രമാണ് ഇപ്പോഴും ഇവിടം. പണിതുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ അസ്ഥികൂടങ്ങൾ പോലെ അവിടവിടെ കിടക്കുന്നു. രുക്മാവതി നദിയുടെ തീരത്താണ് ഈ കപ്പൽ നിർമ്മാണ കേന്ദ്രം. 400 വർഷമായി ഇവിടെ തടികൊണ്ടുള്ള കപ്പലിന്റെ നിർമ്മാണം നടക്കുന്നു. നമ്മൾ ഉരു എന്ന് പറയും പോലെ കോട്ടിയ എന്നാണ് ഈ കപ്പലുകൾ ഇവിടെ അറിയപ്പെടുന്നത്. പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്ന കപ്പലുകൾ. ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വളരുന്ന പൈൻ ഇനത്തിൽപ്പെട്ട സാൽവുഡാണ് കപ്പൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. 1000 ടൺ വരെ ചരക്കു വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. വിദേശങ്ങളിൽ നിന്നുവരെ ഇത്തരം കപ്പലുകൾക്കുള്ള ഓർഡർ ഇവിടുത്തെ നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നു. 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പരുത്തി, പഞ്ചസാര, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുമായി ഇത്തരം ധാരാളം കപ്പലുകൾ മാണ്ഡവിയുടെ തീരത്തുനിന്നും അറേബ്യയിലേക്കും സാൻസിബാറിലേക്കുമെല്ലാം നീങ്ങിയിരുന്നു. ഈന്തപ്പഴവും സിൽക്കും തടിയും തുകലുൽപ്പന്നങ്ങളുമെല്ലാമായിട്ടായിരുന്നു ഇന്ത്യയിലേക്കുള്ള അവയുടെ മടക്കം. രുക്മാവതി നദിയിൽ രൂപം കൊണ്ട ഒരു തിട്ടയിലാണ് കപ്പൽ നിർമ്മാണ യാർഡ്. നിർമ്മാണം പൂർത്തിയായ കപ്പലുകൾ ഇവിടെ നിന്നും നദിയിലേക്ക് വലിച്ചിറക്കി അവിടെ നിന്നും കടലിലേക്ക് ഇറക്കുകയാണ് പതിവ്. ഫിഷിംഗ് ബോട്ടുകളെന്ന് തോന്നുന്ന ഇത്തരം ജലവാഹനങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്.
രുക്മാവതി നദി കടലിൽ ചെന്നു ചേരുന്ന ഭാഗം വരെ ഇവിടെ നിന്നാൽ കാണാം. അതിന്റെ ഓരങ്ങളിൽ പണിതുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ നിഴൽ രൂപങ്ങൾ പോലെ കാണുന്നു. യാർഡിലെ കപ്പലുകളുടെ അസ്ഥിപഞ്ജര കാഴ്ചകളിൽ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. മാണ്ഡവിയിൽ നിന്നും മടക്കയാത്രയ്ക്ക് നേരമായിരിക്കുന്നു. ഒരു കാലത്ത് കച്ചിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ കപ്പൽ നിർമ്മാണ തൊഴിലാളികളും സമ്പന്നരായ കപ്പൽ മുതലാളിമാരും കച്ചവടക്കാരുമെല്ലാം എന്നും കടന്നുപോയിരുന്ന പാതയാണിത്. രുക്മാവതി നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാലവും പല ഗ്രാമങ്ങളും കടന്ന് ഇനി എനിക്ക് ഭുജിലെത്തണം. ഭുജ് എയർപോർട്ടിൽ നിന്നും പുലർച്ചെയുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങുകയും വേണം. ഗുജറാത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ പ്രത്യേകമായൊരു സാംസ്കാരിക പ്രദേശമായ കച്ചിനോട് വിട പറയാൻ നേരമായി.